അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ നമസ്കാരത്തിലെ ജംഅ് ചെയ്യുക, ഖസ്റാക്കുക, അതുപോലെ നമസ്കാരത്തിന് ശുദ്ധി വരുത്താനുള്ള സോക്സിന്മേൽ തടവുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, തയമ്മുമിൻ്റെ നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സമാപനം എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇസ്ലാമിലെ ഒരുപാട് കാര്യങ്ങളിൽ പല സംഗതികൾക്കും ഇളവുണ്ടെങ്കിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ യാതൊരു തര നീക്കുപോക്കുമില്ലാത്ത ഒരേ ഒരു കർമ്മം അത് നമസ്കാരമാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സം വരാവുന്ന, ബുദ്ധിമുട്ട് വരാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഇളവ് നൽകുകയും ആ സമയങ്ങളിൽ ആ ഇളവുകൾ എടുത്ത് നമസ്കാരം നിർവഹിക്കുകയും അങ്ങനെ 5 നേരത്തെ നമസ്കാരം 3 നേരത്തിലാക്കി ചുരുക്കിയാണെങ്കിലും നമസ്കരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, സമയം നിർണയിക്കപ്പെട്ട വിധം ഓരോ വിശ്വാസിയുടെയും മേൽ നിർബന്ധമായതാണ് നമസ്കാരം. തക്ലീഫുള്ള എന്ന് പറഞ്ഞാൽ വിവേകമുള്ള, കാര്യപ്രാപ്തിയുള്ള, പ്രായപൂർത്തിയായ ഏതൊരാൾക്കും നമസ്കാരം നിർബന്ധമാണ് എന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നിയമമാണ്. അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോടുള്ള കാര്യത്തിൽ പോലും പറഞ്ഞത് വഅ്മുറു ബി 7 സിനീൻ, നിങ്ങൾ 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നമസ്കാരം കൽപ്പിക്കണം. വദ്രിബൂഹും ബി 10 സിനീൻ, എന്നാൽ 10 വയസ്സായിട്ടും അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ അടിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു കർമ്മമാണ് നമസ്കാരം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ ഓതിയ ആയത്ത് അവതീർണമാകുന്നത് യുദ്ധക്കളത്തിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നിടത്താണ്. അപ്പോൾ യുദ്ധക്കളത്തിൽ വെച്ച് പോലും നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവും അത് എത്രത്തോളം കണിശവും എത്രത്തോളം നിർബന്ധവുമായതുകൊണ്ടാണ് അപ്രകാരം അള്ളാഹു കൽപ്പിച്ചത് എന്ന്. ഇപ്പം നമുക്കൊക്കെ അറിയാം, ഈ ഖലാ വീട്ടുക, ആ വാക്ക് തന്നെ ഖലാ എന്ന് പറഞ്ഞാൽ വീട്ടലാണ്. ഖലാ വീട്ടുക എന്ന പ്രയോഗം, നമസ്കാരമൊക്കെ നിസ്കരിക്കാൻ സമയമുണ്ടാകും, പല ഷുഗൽ കൊണ്ടും പലതരം പണികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു നമസ്കാരം ഇങ്ങനെ പിന്തിപ്പിച്ച് അടുത്ത നമസ്കാരം സമയമായി, അത് വീണ്ടും പിന്തിപ്പിച്ച് അടുത്ത നമസ്കാരത്തിൻ്റെ സമയമായി, അങ്ങനെ ഒരു കാലഘട്ടം മുസ്ലിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് അത് തന്നെ സുബഹി നമസ്കാരം തന്നെ കുളിക്കേണ്ട ഒരവസ്ഥ വന്നാൽ കുളിക്കാതെ ളുഹറിൻ്റെ സമയത്തേക്ക് നീട്ടിവെക്കുകയും, എന്നാൽ ളുഹറും അസറും മഗ്രിബും അടക്കം 5 നേരത്തെ നമസ്കാരവും ഇശാൻ്റെ സമയത്ത് ഒന്നിച്ച് നമസ്കരിക്കുകയും ചെയ്തിരുന്നൊരു പതിവ് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്നു. മിക്കവാറും പുരുഷന്മാരുടെ സ്ഥിതി വേറെ ഒരു രീതിയാണ്. അവർ സുബഹി നമസ്കാരം നമസ്കരിക്കാതെ ളുഹർ നമസ്കാരത്തിന് പള്ളിയിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ളുഹറിൻ്റെ സമയത്തോ സുബഹി നമസ്കാരം നിർവഹിക്കുന്നത് വ്യാപകമായി കണ്ടുവരുന്നൊരു ഏർപ്പാടാണ്. വെള്ളിയാഴ്ച ദിവസം ഒക്കെ ജുമഅക്ക് നിസ്കരിക്കാൻ വരുന്ന പല പള്ളികളിലും, മുജാഹിദുകളുടേതല്ല, പല പള്ളികളിലും സുബഹി നമസ്കരിക്കുന്ന പുരുഷന്മാരെ കാണാം. കാരണം അവർ സുബഹി നിസ്കരിക്കൂല, കുളിക്കേണ്ടതുണ്ട്, അപ്പോൾ കുളിക്കൂല. അപ്പം ഉച്ചക്ക് ജുമഅക്ക് വരുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായി പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിക്കുന്ന രീതി കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഉറങ്ങിപ്പോയി, ആ ഉറങ്ങിയ ആളുടെ നമസ്കാരം എന്താണ്? ഉറങ്ങുന്ന ആൾക്ക് നിസ്കാരം ഇല്ലല്ലോ. അപ്പോൾ അയാൾ ഉണർന്ന സമയത്ത് അയാൾ ആ നമസ്കാരം ഉണർന്ന ഉടനെ തന്നെ അയാൾ ആ നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമായി. ഒരാൾ നമസ്കാരം മറന്നു എന്ന് വെക്കുക, അങ്ങനെ വിചാരിക്കാം, മറന്നു എന്ന് വെക്കുക. പെട്ടെന്നാണ് അയാൾക്ക് പടച്ചോനെ ഞാൻ ഇങ്ങനെ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്ന ആ സമയം അയാൾ ആ നമസ്കാരം നിർവഹിക്കണം. ഇവിടെ ഉണർന്ന ആൾ ഏതായാലും ഇപ്പോൾ ഇത്ര സമയം കിടന്നില്ല, ഇനി കുറച്ചും കൂടി സമയം കഴിഞ്ഞോട്ടെ എന്നോ അല്ലെങ്കിൽ അടുത്ത സമയത്തിൻ്റെ കൂടെ നിസ്കരിക്കാമെന്നോ വിചാരിക്കുന്നത് പാടില്ല, അത് കുറ്റകരമാണ്. അതുപോലെ മറന്ന ഒരാൾ ഓർമ്മ വരുന്നത് എപ്പോഴാണോ അപ്പോഴാണത് നിസ്കരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്.
അപ്പോൾ പിന്നീട് വരുന്നത് ബോധക്ഷയം കാരണം. അത് ഒരു ഉറക്കിൻ്റെ പരുവത്തിലേക്ക് കൂട്ടാം. ബോധക്ഷയം കാരണം ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ബോധക്ഷയമുള്ള ഒരാൾ നിസ്കരിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അയാൾക്ക് ബോധം വരുന്ന സമയത്ത് അയാൾ നിസ്കരിച്ച് വീട്ടുകയാണ് വേണ്ടത്. അവിടെയും പണ്ഡിതന്മാരുടെ അഭിപ്രായം 2 ദിവസത്തതൊക്കെയാണെങ്കിൽ വീട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ബോധം തെളിഞ്ഞ സമയത്ത് ഏതാണോ നിസ്കാരം ആ നിസ്കാരം നിർവഹിച്ച് തുടങ്ങിയാൽ മതി എന്നാണ്. എന്തായാലും കാരണം അയാൾ ബോധക്കേട് കൊണ്ടാണ് നിസ്കരിക്കാതെ പോയത്, അതിനയാൾ കുറ്റക്കാരനല്ല. മാത്രമല്ല ബോധമുണ്ടായിരുന്നെങ്കിൽ കൃത്യമായി നിസ്കരിച്ചിരുന്ന ആളായതുകൊണ്ട് അയാൾക്കതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയുമില്ല എന്നാണ് ഇതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് താനും. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒന്നുമല്ലാതെ ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെടാൻ ഒരു കാരണവുമില്ല. ഏത് ജോലിയിൽ, ലോകത്തിലെ ഏത് തൊഴിലിടങ്ങളിലായാലും ഭക്ഷണത്തിന് സമയം കാണുന്നുണ്ട്, വിശ്രമത്തിന് സമയം കാണുന്നുണ്ട്, അതുപോലെ ശാരീരികക്ഷമത മെച്ചപ്പെടുത്താൻ ആവശ്യമായ എക്സസൈസിന് സമയം കാണുന്നുണ്ട്. ഇതിനൊക്കെ സമയം കാണുന്ന ലക്ഷോപലക്ഷമല്ല കോടിക്കണക്കിന് ആളുകൾ നിസ്കാരത്തിനുള്ള സമയം വേറെ തന്നെ കാണണം എന്നത് ഇസ്ലാമിക നിയമമാണ്. ഇതൊന്നും ചെയ്താലും ഇല്ലെങ്കിലും അയാൾ നിസ്കാരത്തിനുള്ള സമയം കാണണം. അത് അയാളെ കൊണ്ട് സാധ്യമാകുന്നു. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞല്ലോ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് ഒതു കൊടുക്കാനില്ല, വെള്ളം കിട്ടുന്നില്ല, അയാൾക്ക് എവിടെയെങ്കിലും ഒന്ന് കൈ വെച്ച് തയമ്മം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സാഹചര്യമില്ല. കാരണം കൈകൾ കെട്ടിയിട്ടിട്ടുണ്ട്, അയാളിങ്ങനെ ഒരു അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവിടെ വെള്ളം ഉണ്ടായിട്ടും കാര്യമില്ല, തയമ്മം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അയാൾക്ക് സാധിക്കുന്നില്ല. എങ്കിൽ അയാൾ മനസ്സിൽ മുസല്ല വിരിച്ച് മനസ്സിൽ അയാൾ ഒളുവെടുത്ത് എന്നിട്ട് അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ നിന്ന നിൽപ്പിൽ അല്ലെങ്കിൽ ആ കിടക്കുന്ന കിടപ്പിൽ അല്ലെങ്കിൽ ആ ഇരുത്തത്തിൽ അയാൾ ചൊല്ലിപ്പറയാൻ ചുണ്ടിന് ഒന്നും തടസ്സമില്ലെങ്കിൽ അയാൾ നാവുകൊണ്ട് ഭംഗിയായി അയാളുടെ നമസ്കാരം നിർവഹിക്കണം. അയാൾ മനസ്സിൽ സുജൂദ് ചെയ്യുക, മനസ്സിൽ റുക്കൂ ചെയ്യുക, നാവുകൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ എല്ലാ ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണമൊക്കെ അയാൾ ഓതുകയും ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നാലും അയാൾ നമസ്കാരം മുടക്കം വരുത്താൻ പാടില്ല. കാരണം അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ്സലാ ഫമൻ തറക്കഹാ ഫഖദ് കഫറ. നമ്മളും അവിശ്വാസികളും അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിലൊന്ന് നമസ്കാരമാണ്. ആ നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അവൻ കാഫിറാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വന്നിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ നോക്കൂ, ഷാഫി ഇമാമിൻ്റെ ഒരു വാക്ക് സാധാരണയായി ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ കാണാം. ദാഹിച്ചു വലഞ്ഞ ഒരു നായയും ദാഹിച്ചു വലഞ്ഞ ഒരാളും, 2 ആളുകൾ ഒരു വെള്ളത്തിന് വേണ്ടി ഒരാളുടെ അടുത്ത് വരുന്നു, ഒരു മുസ്ലിമിൻ്റെ അടുത്ത് വരുന്നു. അവിടെ ഈ ദാഹിച്ചു വലഞ്ഞ നായയും ഈ മനുഷ്യനും, ഇയാൾ മുസ്ലിമാണ് പക്ഷെ അയാൾ നമസ്കരിക്കുന്നവനല്ലെങ്കിൽ അയാൾക്ക് വെള്ളം കൊടുക്കുന്നതിന് പകരം നായക്ക് വെള്ളം കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിന് കാരണം അയാൾ വെള്ളത്തിന് അർഹനല്ല എന്നാണ്. അത്രത്തോളം മാനുഷികമായ പരിഗണന പോലും അയാൾക്ക് കിട്ടാതെ പോകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം നമസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇടപാട് ഇസ്ലാമിനില്ല. അതുകൊണ്ടാണ് ഈ ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടും നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ ആദ്യത്തെ കർമ്മം നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. ഫഇൻ നജാ, അതിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ ഫഖദ് നജാ, അവൻ വിജയിച്ചു കഴിഞ്ഞു. അതേസമയം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൻ കൃത്യമായി മറുപടി പറയാൻ പരലോകത്ത് വെച്ച് സാധിക്കുന്നില്ലെങ്കിലോ ഫഖദ് ഖസിറ, അവൻ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായി. എന്ന് പറഞ്ഞാൽ ഒരാളുടെ നരകവും സ്വർഗവും നിശ്ചയിക്കുന്നിടത്ത് നമസ്കാരത്തിലുള്ള സ്ഥാനം ഇതാണ്. എന്നാൽ ഇന്ന് ഒരുപാട് ആളുകൾ അലസമായി നമസ്കരിക്കാതിരിക്കുന്നു. 2, കൃത്യസമയത്ത് നമസ്കരിക്കുന്നതിന് പകരം ഖലാ എന്ന ഇസ്ലാമിലില്ലാത്ത ഒരു പരിപാടി, റസൂലുള്ളാഹി പഠിപ്പിക്കാത്തൊരു പരിപാടി, ആ രൂപത്തിൽ അലസമായി ആ നമസ്കാരം നിർവഹിക്കുന്നു. 3,
ഓരോ നമസ്കാരവും അതിൻ്റെ അവസാന സമയത്തേക്ക് നീട്ടിവെക്കുന്നത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കോഴി കൊത്തുന്നത് പോലെ തിൽക്ക സ്വലാത്തുൽ മുനാഫിഖ് എന്ന് 3 തവണ നബി ആവർത്തിച്ചു പറഞ്ഞ നമസ്കാര സമയത്തിൻ്റെ അവസാനത്തേക്ക് നീട്ടിവെച്ച് കോഴി കൊത്തുന്നത് പോലെ കുത്തിമറിയുന്ന ഏർപ്പാട് ഒന്നുകിൽ അങ്ങനെ ചെയ്യുന്നു, പിന്നീട് ആശുപത്രിയിൽ നിൽക്കേണ്ടി വരുമ്പോഴോ തൊഴിലിടങ്ങളിലോ ഏതെങ്കിലും കാര്യങ്ങളുമായി മുഴുകുന്ന സമയത്ത് ഞാൻ വൃത്തിയില്ലല്ലോ, എനിക്ക് ഒതുണ്ടാക്കാൻ നല്ല വെള്ളം കിട്ടുന്നില്ലല്ലോ, എൻ്റെ ഡ്രസ്സിലൊക്കെ ചളിയും മണ്ണുമാണല്ലോ, അഴുക്കുകളാണല്ലോ എന്നൊക്കെ പറയും. നിസ്കരിക്കാതിരിക്കാൻ 100 കാരണങ്ങളുണ്ട്. എന്നാൽ ഭക്ഷണം കഴിക്കാൻ ഈ കാരണങ്ങളൊക്കെ അയാൾ കൈ കഴുകി ഉടനെ തന്നെ അയാൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഇരിക്കുന്ന ഓടയുടെ വക്കിൽ വെച്ചിട്ടാണെങ്കിലും അയാൾ ഭക്ഷണം കഴിക്കും, ബാത്റൂമിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കും. പക്ഷേ ആശുപത്രികളിൽ, എയർപോർട്ടുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഒരുപാട് സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ, ജുഇലത്തി ലിയൽ അർളു മസ്ജിദം വ തൊഹൂറ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഭൂമി മുഴുവനും പള്ളിയാക്കി തന്നിട്ട് എവിടെ വെച്ചും തയമ്മം ചെയ്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം അത് ചെയ്യുന്നില്ലെങ്കിൽ അയാളെപ്പോലെ നന്ദി കെട്ട ആൾ ആരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എവിടെയും നിസ്കരിക്കാം. വൃത്തിയായ എന്ന് പറഞ്ഞാൽ കൃത്യമായി അവിടെ നജസ്സില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട ഏത് സ്ഥലത്തും, ഇപ്പം കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ അയാൾ വയലിൽ നിന്ന് കയറി അയാളുടെ ശരീരം മുഴുവൻ ചേറാണ്, ചേറ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്, നജസ്സല്ല. അയാൾ വരമ്പിൻ്റെ വക്കിൽ വെച്ചിട്ട് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. എന്തൊരു മനസ്സാന്നിധ്യത്തോടു കൂടിയാണ് അയാൾ അള്ളാഹിൻ്റെ മുമ്പിൽ, ശരീരം മുഴുവൻ മണ്ണ് പുരണ്ട അയാൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അയാളെ മണ്ണെന്നാണ് അള്ളാഹ് പടച്ചത്. അയാളുടെ ശരീരത്തിൽ നജസ്സല്ലുള്ളത് മണ്ണാണ്. ആ മണ്ണ് ശുദ്ധിയാക്കാനുള്ള സാധനമാണ്. അതാണ് അവിടെ വെച്ച് നിസ്കരിക്കുക. കപ്പലിൽ ജോലി ചെയ്യുന്ന ആൾ കടലിൽ വെച്ച് നിസ്കരിക്കുന്നു, വിമാനത്തിൽ അവിടെ വെച്ച് നിസ്കരിക്കുന്നു, എയർപോർട്ടിൽ, അതുപോലെ തീവണ്ടിയിൽ, ബസ്സിൽ, കാറിൽ, ബൈക്കിൽ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ, നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു നിർവാഹവുമില്ലെങ്കിൽ മനസ്സിൽ മുസല്ല വിരിച്ച് അയാൾ നമസ്കരിക്കണം എന്നതാണ് ഇസ്ലാമിലെ നിയമം. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് ഒരു ഫിഖഹിൻ്റെ കിതാബുള്ള മരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ കോമയിൽ കിടക്കുകയാണ്, അയാളുടെ മനസ്സിൽ ജീവൻ്റെ ഓർമ്മയുണ്ട്, കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ അയാൾ ചലനമറ്റ് കിടക്കുകയാണ്. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ ബാങ്കിന് ഉത്തരം കൊടുക്കണം, അയാൾ മനസ്സിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ഉള്ളുകൊണ്ട് നിസ്കരിക്കുകയാണ്. എന്നാലും അയാൾ നമസ്കരിച്ചിരിക്കണം. കാരണം ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ അതിൽ നമ്മൾക്ക് ഫുള്ള് മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കണം. അതിനാൽ ഈ ഇളവുകളെല്ലാം നൽകിയത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാലാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ അവർ വിജയിച്ചു, അവരവരുടെ നമസ്കാരത്തിൽ നല്ല ഭയപ്പാടുള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ് എന്ന്. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ എന്ന് അതിൻ്റെ ശേഷം അല്ലാഹു പറയാണ്. അതായത് വിശ്വാസികൾ അവരുടെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഏറ്റവും കൂടുതൽ പ്രത്യേകതയും കാണിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദരങ്ങളെ, നമസ്കാരക്കാരായി, നമസ്കരിക്കുന്നവരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ കുട്ടിയാകുന്നത് മുതൽ മരിക്കുന്ന സമയം വരെ നമസ്കരിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഈ കർമ്മത്തിൽ കൃത്യമായി നമ്മളത് മുറുകെ പിടിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.